ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് റെസിപ്പി അല്ല കേട്ടോ, നമുക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്, അതുപോലെ റേറ്റ് നല്ല കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുന്നത്. അഗാരോ ബ്രാൻഡിൻ്റെ ആണ്, ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അഗാരോ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ ഞാൻ കാണിക്കുന്നതൊക്കെ. അപ്പോൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഇരുമ്പ് ചട്ടിയൊക്കെ യൂസ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതിന് ഇത് മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ അഗാരോ ബ്രാൻഡിൻ്റെ ഈ ഒരു ഇരുമ്പ് ചട്ടി മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ തവയും അതുപോലെ ഒരു ഫ്രൈ പാനും വാങ്ങിയിട്ടുണ്ട്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്രീ സീസണിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഇരുമ്പ് കറ ഇളകി വരുന്നതോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോട്ടിങ് ഇളകി പോകുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രൈ പാനൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തു, അതുപോലെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിന്. ഇതിലുള്ള കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഞാൻ വീഡിയോയിൽ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി, അല്ലാതെ നമ്മൾ വേറൊന്നും ചെയ്യാനില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ നമ്മൾ നല്ലോണം അത് മയപ്പെടുത്തി എടുക്കേണ്ടി വരാറുണ്ട്. ഞാൻ മറ്റേ സിസിലർ പ്ലേറ്റൊക്കെ, സിസിലർ ബ്രൗണി ഒക്കെ ഉണ്ടാക്കുന്ന പ്ലേറ്റൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഇത് മയപ്പെടുത്തി എടുത്താൽ പോലും പിന്നെയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഇരുമ്പ് കറയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഇരുമ്പിൻ്റെ ആ ഒരു ഇത് തന്നെയായിരിക്കാം ഇതിൽ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കളറും ഈ ഒരു സ്ക്രബ്ബറും ഒക്കെ. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റ് ഒന്നുമില്ല കേട്ടോ. ചട്ടി നല്ല വെയിറ്റുള്ള നല്ല ഇരുമ്പ് ചട്ടിയാണ്, നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ചട്ടി തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് 1300 സംതിങ് അത്രയേ ഉള്ളൂ കേട്ടോ റേറ്റ്. നല്ല റേറ്റ് ഒന്നുമില്ല, ഓഫറിലൊക്കെ ഉണ്ട് ഇപ്പോൾ. അഗാരോ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി. അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു പാത്രങ്ങളൊക്കെ. ഇതിൽ കാണുന്ന ഓരോ പാത്രങ്ങളും നമ്മൾ പറഞ്ഞാൽ നമുക്ക് തീരുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും പറഞ്ഞു പോകുന്നത്. അതുപോലെ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രൈ പാനാണ്. അപ്പോൾ കിച്ചൺ പ്രൊഡക്റ്റൊക്കെ നമുക്ക് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുമല്ലോ, കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും. ഇതും അഗാരോ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതും നല്ല വെയിറ്റുള്ള നല്ല ഇരുമ്പ് ചട്ടി തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈ പാനാണ്, നല്ല വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റുള്ള, നമുക്ക് കുറേ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുമ്പ് ചട്ടി തന്നെയാണ്. ഇതിൽ കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാസർഗോഡൻ കൽത്തപ്പൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഇങ്ങനെ ഇതിൽ ഇരുമ്പ് ചട്ടിയിൽ കാഞ്ഞ് വരുമ്പോൾ കൽത്തപ്പയാണെങ്കിലും ദോശയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതും കണ്ടില്ല, ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴൊന്നും ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ, നേരത്തെ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പാത്രം ചൂടാക്കിയിട്ട് ഇപ്പോൾ എണ്ണ കൊഴിച്ച് തുടക്കുമ്പോഴൊന്നും ഇതിൻ്റെ ഇരുമ്പ് കറിയൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി ഈ ഒരു സംഭവം, അപ്പോൾ അതാണ് ഇത്രയും ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കുമ്പോൾ ഇതിൽ ഇരുമ്പ് കറ കാണും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുടക്കുമ്പോഴൊക്കെ ഇരുമ്പ് കറൊക്കെ എത്ര വരാറുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ഒരു ഇതുമില്ലാത്ത നീറ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തു, ഈ ഫ്രൈ പാൻ ഞാൻ കുറേ യൂസ് ചെയ്തു കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, 1-2 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ടായിട്ടും കൽത്തപ്പൊക്കെ ഉണ്ടാക്കി ലോങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഓഫറിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കയറി നോക്കിക്കോളൂ. പിന്നെ വന്നിട്ടുള്ളത് കാസ്റ്റർ അയറിൻ്റെ ഒരു കാസറോൾ വിത്ത് ലിഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ കുറേ നേരം ഫ്ലെയിം ഓഫ് ചെയ്താൽ നല്ല ചൂട് നിൽക്കുന്നുണ്ട്, ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതും അഗാരോ ബ്രാൻഡിൻ്റെയാണ്. നല്ല അടിപൊളി പാത്രമാണ്. 5 ലിറ്ററാണ് കേട്ടോ വരുന്നത്. ഗീ റൈസൊക്കെ നമുക്ക് 1 kg നന്നായിട്ട് വേവിക്കാൻ പറ്റുന്നുണ്ട്. ബിരിയാണി ആണെങ്കിൽ ദമ്മിട്ടൊക്കെ എടുക്കുമ്പോൾ 3/4 കിലോ ആണ് കേട്ടോ നമുക്ക് പറ്റുന്നത്. അപ്പോൾ നല്ല അടിപൊളി പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുക്കാനൊക്കെ എളുപ്പമാണ്, സിറാമിക് കോട്ടിംഗ് ആണ് കേട്ടോ. അതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ അങ്ങനെ ഇട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇട്ടെന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ അങ്ങനെ സ്റ്റീലിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി പരിചയപ്പെടുത്തുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള 2 പ്രൊഡക്റ്റാണ്. അഗാരോ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇവർക്ക്, ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളതൊക്കെ, കിച്ചൺ പ്രൊഡക്റ്റൊക്കെ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള 2 പ്രൊഡക്റ്റാണ്. ഒന്ന് എഗ് ബോയിലറാണ്, പിന്നെ വേറൊന്ന് മൾട്ടിപർപ്പസ് കെറ്റലാണ്. അപ്പോൾ ഇത് എഗ് ബോയിലറും
പിന്നെ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റലുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. വലിയ റേറ്റൊന്നുമില്ല, റേറ്റ് കുറവാണ്. 1000 ആ ഒരു റേറ്റിലുള്ളതും അതുപോലെ 1500ക്കും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു എഗ് ബോയിലർ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. മുട്ട നമ്മൾ സ്റ്റീം ചെയ്തിട്ട്. അതുപോലെ കെറ്റിൽ ഞാൻ മൾട്ടിപർപ്പസ് കെറ്റിൽ എന്ന് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ റൈസ് വേവിക്കാം, വെള്ളം ചൂടാക്കാം, പിന്നെ മുട്ട ബോയിൽ ചെയ്യാം, സ്റ്റീം ചെയ്തെടുക്കാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിൽ അഗാരോ ബ്രാൻഡിൻ്റെ നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ട്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് സംഭവം ചെറുതാണ്, പക്ഷേ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു എഗ് ബോയിലർ നോക്കാം. അപ്പോൾ ഇത് വലിയ സൈസിലും ചെറിയ സൈസിലും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പ്രോഡക്റ്റും ഞാനിതിൽ കാണിച്ചത്. അപ്പോൾ ഇതിൽ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പും ഒക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ബോയിൽ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഫുള്ളായിട്ട് മുട്ട ഫുള്ളായിട്ടല്ല പൊട്ടിച്ചൊഴിക്കൂല, നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് നമുക്ക് സ്റ്റീം ചെയ്യുന്നത്. ഇതിൽ സാദാ ചെയ്യുന്ന പോലെ മുട്ട നമ്മൾ സാദാ വേവിച്ചെടുക്കില്ല അതുപോലെയും. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് 3/4 ഭാഗത്ത് ഇങ്ങനെ മാർക്കുണ്ട്. അത്രയാണ് കേട്ടോ നമ്മൾ ഇതിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കേണ്ടത്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അളവൊക്കെ. എന്നിട്ട് ഈ ഒരു ട്രേ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് മുട്ട, ഇതിലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പൊട്ടിച്ചൊഴിക്കുന്നതാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ ഈ ഒരു എഗ് ബോയിലറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ആണി പോലൊരു സംഭവമുണ്ട് ഈ ഒരു കപ്പിൻ്റെ അടിയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ അത് അത്രയും ഷാർപ്പുള്ളൊരു ആണിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ആക്കിയിട്ടാണ് മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മൂടി വെക്കുക, പിന്നെ ഓണാക്കി കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും കേട്ടോ. നല്ല പാകത്തിന് വെന്തിട്ട് നമുക്ക് നല്ല ശരിക്കും ഇതായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അഗാരോ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാനിതിൽ കാണിച്ച എല്ലാ പ്രോഡക്റ്റും. ഇനി ഈ ഒരു മുട്ടയുടെ തൊലി ഒന്ന് കളയുന്നതും ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാ വേവിച്ചെടുക്കുന്നതും ഇതും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ്. അത് കുറച്ചൊന്ന് പഴയതായി എഗ് ബോയിലർ. ഞാനത് കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാ റേറ്റ്, എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. എല്ലാ പ്രോഡക്റ്റും അഗാരോ ബ്രാൻഡിൻ്റെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് മുട്ട തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്